ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ കപ്പയും മീനും കപ്പയും മുളകും എന്നൊക്കെ പറയുന്നത് നമ്മൾ മലയാളികളുടെ ഒരു വികാരമല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ കപ്പയും ചിക്കനുമാണ്. അപ്പം നമ്മുടെ ഈ കപ്പ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല, അത്ര ടേസ്റ്റുള്ള ഒരു കപ്പയാണ്. ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു കപ്പ കുഴച്ചതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. നിങ്ങൾ ഈ രീതിയിലാണോ സാധാരണ നിങ്ങളുടെ വീട്ടിൽ കപ്പ കുഴച്ചത് ഉണ്ടാക്കുന്നതെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഓരോ വീട്ടിലും ഓരോ രീതിയിലല്ലേ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. വീട്ടിലും നാട്ടിലും എല്ലാം ഓരോ കാര്യങ്ങളും വ്യത്യസ്തമായിട്ടാണല്ലോ. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിനാദ്യം വേണ്ടത് കപ്പ നന്നായിട്ട് വേവിച്ച് ഒന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാകുമ്പം കടുക് പൊട്ടിച്ച് അതിൻ്റെ അകത്തോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കിന് ആ വറപിടിപ്പിച്ച സാധനങ്ങൾ കപ്പയ്ക്കകത്തോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ അകത്തും ഉള്ളിയൊന്നും മൂപ്പിച്ച് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ട്രൈ ചെയ്ത്